ഹായ്, എല്ലാവർക്കും സിവിൽ സർവീസ് മലയാളത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ വി ആർ സ്റ്റാർട്ടിംഗ് ഇംഗ്ലീഷ്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനെ ഞങ്ങൾ രണ്ടായി തരംതിരിക്കുകയാണ്. ഗ്രാമർ എന്ന വിഭാഗം, അതുപോലെ തന്നെ ഗ്ലോസറി, പദശേഖരം. ഇതിൽ ഗ്ലോസറി എന്ന വിഭാഗത്തിൽ സിനോണിംസ്, ആന്റണിംസ്, കളക്റ്റീവ് നൗൺസ്, ഇഡിയംസ്, പ്രോവർബ്സ്, ഫോറിൻ വേർഡ്സ്, കറക്റ്റ് സ്പെല്ലിംഗ് ഇതെല്ലാം വരുന്നുണ്ട്. ഇത്തരത്തിൽ ഗ്രാമർ, ഗ്ലോസറി എന്നീ രണ്ട് പാർട്ടായാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തുടർന്നും ഉണ്ടാവുക. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇംഗ്ലീഷ് ഗ്രാമർ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നവർ എല്ലാവരും ആൾ എന്ന ഓപ്ഷൻ കൂടി നൽകണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കൂ. മറ്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗ്രാമർ പോർഷനിൽ ആദ്യമായി പഠിക്കുന്നത് ടെൻസ് അഥവാ കാലം. നമുക്ക് 3 കാലങ്ങളാണുള്ളത്: ഫ്യൂച്ചർ, പ്രസൻറ്റ്, പാസ്റ്റ്. ഭാവി കാലം, വർത്തമാനകാലം, ഭൂതകാലം. ഇവ ഓരോന്നിലും 4ആയി വീണ്ടും തരംതിരിച്ചിരിക്കുന്നു: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്തരത്തിൽ 12 ടെൻസ് ഫോമുകളാണ് നമുക്ക് പഠിക്കാനായി ഉള്ളത്. ടെൻസ് പഠിക്കുമ്പോൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് വെർബ്, ക്രിയ എന്താണ്. ഒരു പ്രവൃത്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പദമാണ് വെർബ്. ഇത് പ്രധാനമായും 2 തരത്തിലാണുള്ളത്: മെയിൻ വെർബ് ആൻഡ് ഓക്സിലറി വെർബ്. ഇതിൽ മെയിൻ വെർബിനെ പ്രിൻസിപ്പൽ വെർബ് എന്നും ഓക്സിലറി വെർബിനെ ഹെൽപ്പിംഗ് വെർബ് എന്നും അറിയപ്പെടുന്നു. ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ ഈസ് പ്ലേയിങ് എന്നുള്ളതാണ് ക്രിയ. അതിൽ ഈസ് എന്നത് ഓക്സിലറി വെർബും പ്ലേയിങ് എന്നത് മെയിൻ വെർബുമാണ്. ഓക്സിലറി വെർബ് അഥവാ സഹായക ക്രിയകളിൽ ബി, ഹാവ്, ഡു എന്നീ ക്രിയകൾ നമുക്ക് ഇവിടെ പരിശോധിക്കാം. ബി, ഹാവ്, ഡു എന്നിവയെ റൂട്ട് ഫോം എന്ന് പറയുന്നു. ഇവയുടെ പ്രസന്റ് രൂപങ്ങളാണ് ആം, ഈസ്, ആർ, ഹാസ്, ഹാവ്, ഡു, ഡസ്. പാസ്റ്റിലെ രൂപങ്ങളാണ് വാസ്, വെയർ, ഹാഡ്, ഡിഡ്. ഇതുപയോഗിച്ച് നമുക്ക് ഒരു സെന്റൻസ് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്ന് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന്, ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഇതിൽ ഹാഡ് റിട്ടൺ എന്നതാണ് വെർബ്. നോക്കൂ, ഹാഡ് എന്നത് വന്നിരിക്കുന്നു. അതിനാൽ തന്നെ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഇതോടൊപ്പം ക്രിയയുടെ V1, V2, V3 രൂപങ്ങൾ കൂടി പരിചയപ്പെടാം. V1 എന്നത് പ്രസന്റ് ഫോമാണ്. V2 എന്നത് പാസ്റ്റ് ഫോമാണ്. V3 എന്നതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നതിന് പകരം പെർഫെക്റ്റ് എന്നൊരു പേരിലാണ് പഠിക്കേണ്ടത്. അതായത് V3 എന്നത് ഇനി കാണുമ്പോൾ പെർഫെക്റ്റ് എന്ന് ആലോചിക്കണം. ഒരു ഉദാഹരണം നോക്കാം. ഐ റോട്ട് എ ലെറ്റർ. ഇതിൽ റോട്ട് എന്നത് വെർബാണ്. ഇത് V2, റൈറ്റ് എന്നതിൻ്റെ V2 ഫോമാണ്. അതിനാൽ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അവസാനമായി കോൺകോഡ് എന്ന ഭാഗം കൂടി ഇതോടൊപ്പം പഠിക്കണം. കോൺകോഡ് ഈസ് ദി എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ്. സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് പറയുക എന്നതാണ് കോൺകോഡ് ഉദ്ദേശിക്കുന്നത്. ബോയ്, ചൈൽഡ് എന്നിവ സിംഗുലർ സബ്ജക്റ്റും ബോയ്സ്, ചിൽഡ്രൻ എന്നത് അതിൻ്റെ പ്ലൂറലുമാണ്. ഇവിടെ ബോയ്, ചൈൽഡ് എന്നീ സിംഗുലർ സബ്ജക്റ്റിനൊപ്പം വെർബിൻ്റെ പ്ലേസ്, റൈറ്റ്സ് എന്നീ ഫോം മാത്രമേ കോൺകോഡ് നിയമപ്രകാരം ചേർക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് സിംഗുലർ സബ്ജക്റ്റിനൊപ്പം സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബ്. സോ നമ്മൾ 12 ടെൻസും എഴുതാൻ പോവുകയാണ്. ഇതിനായി സബ്ജക്റ്റ് ഹി, വെർബ് റൈറ്റ്, ഈ 2 വേർഡുകളാണ് നമ്മൾ 12 സെൻറ്റൻസിലും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പ്രസൻറ്റ് സിമ്പിൾ ഓർ സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ ഇതിൽ സിമ്പിൾ എന്ന് കേൾക്കുമ്പോൾ സിംഗിൾ എന്ന് മനസ്സിൽ ഓർമ്മിക്കുക. അതായത് വെർബ് ഒരെണ്ണമേ കാണത്തുള്ളൂ.
In this sentence, there is only one verb, write. Let us take another example. He is a boy. ഇവിടെ ഈസ് എന്ന ഓക്സിലറി വെർബ് മാത്രമേ ഈ സെൻറ്റൻസിൽ വെർബായി ഉള്ളൂ. സോ സിമ്പിൾ സെൻറ്റൻസിൽ ഒരു ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഒരു മെയിൻ വെർബ്, രണ്ടിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ. ഹീ റോട്ട് എ ലെറ്റർ. ഇവിടെ റോട്ട് എന്നത് മാത്രമാണ് വെർബ്. ഇത് സിംഗിൾ ആണ് അല്ലെങ്കിൽ സിമ്പിൾ ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ റോട്ട് V2 ഫോം ആണ്. സോ ഇത് പാസ്റ്റ് സിമ്പിൾ ആണ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. വി വിൽ ഡിസ്കസ് ഫ്യൂച്ചർ ടെൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലെസൺ. ഇനി നമുക്ക് കണ്ടിന്യൂസ് പഠിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. രണ്ടിലെയും വെർബ് ശ്രദ്ധിക്കൂ. ഈസ് റൈറ്റിംഗ്, വാസ് റൈറ്റിംഗ്. രണ്ടിലും ING എന്നത് മെയിൻ വെർബിനൊപ്പം ഉണ്ടാകും. ബിയുടെ പ്രസന്റ് രൂപങ്ങളായ ആം, ഈസ്, ആർ വന്നാൽ അത് പ്രസന്റ്. അതുപോലെ വാസ്, വെയർ എന്ന പാസ്റ്റ് രൂപം വന്നാൽ പാസ്റ്റ് ടെൻസ്. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് സം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. He just dash out. Options: has just gone, went, had gone, has went. സോ ഇവിടെ ഓപ്ഷനിൽ ബി ഓപ്ഷൻ വെൻഡ് എന്ന സിമ്പിൾ ഫോം ആണ്. സോ ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, ഓപ്ഷനിൽ സിമ്പിൾ എന്ന ഫോം, സിമ്പിൾ പ്രസൻറ്റ് ഓർ സിമ്പിൾ പാസ്റ്റ് വന്നാൽ കൂടുതൽ ചാൻസ് അതിന് നിങ്ങൾ കൊടുക്കണം. ഹി ജസ്റ്റ് വെൻഡ് ഔട്ട്, അതായത് അവൻ പുറത്തു പോയി, ഇപ്പോൾ പുറത്തു പോയതേ ഉള്ളൂ എന്നൊരു പാസ്റ്റ് കാര്യം പറയാൻ നമ്മൾ സിമ്പിളായി പറയുന്നു. ഹി ജസ്റ്റ് വെൻഡ് ഔട്ട്. നമ്പർ 2. His aunt dashed to see us a few days ago. Options: has come, had come, would come, came. സെയിം മെത്തേഡ് ഇവിടെയും സിമ്പിൾ ഫോം ഒരെണ്ണം ഓപ്ഷനിലുണ്ട്, came. അപ്പോൾ ആദ്യം അത് തന്നെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഹിസ് aunt came to see us a few days ago. കുറച്ച് നാൾക്ക് മുമ്പ് അവൻ്റെ ആൻറ്റി ഞങ്ങളെ കാണാൻ എത്തിയിരുന്നു. അപ്പോൾ പാസ്റ്റിൽ നടന്ന ഏതെങ്കിലും ഒരു കാര്യം ജസ്റ്റ് പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഡാഷ് ഹെവിലി വെൻ ഐ വോക്ക് അപ്പ് യെസ്റ്റർഡേ. ഓപ്ഷൻസ്: ഈസ് റെയിനിങ്, വാസ് റെയിനിങ്, ഹാസ് ബീൻ റെയിനിങ്, ഹാഡ് ബീൻ റെയിനിങ്. ഇവിടെ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ പഠിച്ച സിമ്പിൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും സിമ്പിളായി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ഓപ്ഷനിലുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇവയ്ക്ക് കൊടുത്തിട്ടേ നമ്മൾ പെർഫെക്റ്റിലോട്ടും പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ടും പോകാവൂ. ഈ ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എസ്റ്റർഡേ എന്ന വേർഡാണ്. ഇത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ വാസ് റെയിനിങ് എന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. നാലാമത്തെ ചോദ്യം. ഡോണ്ട് ഡിസ്റ്റർബ് മീ ഫുൾ സ്റ്റോപ്പ് ഐ ഡാഷ്. ഓപ്ഷൻ: ഹാവ് ബീൻ റീഡിങ്, വാസ് റീഡിങ്, വിൽ ബി റീഡിങ്, ആം റീഡിങ്. ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വാസ് റീഡിങ്, ആം റീഡിങ് എന്നീ രണ്ട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അവയിൽ നിന്ന് ഉത്തരം കിട്ടാനായി ഡോണ്ട്, ഡു നോട്ട് എന്ന പദം നോക്കുക. ഡു എന്നത് പ്രസൻറ്റ് ഫോമാണ്. അതിനാൽ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഉത്തരം. ആം റീഡിങ് ആണ് ഉത്തരം. ഓപ്ഷൻ ഡി, ആം റീഡിങ്. വീണ്ടും അടുത്ത ടെൻസിലേക്ക് പോകാം. ഇനി പെർഫെക്റ്റ് ടെൻസ് ആണ് പഠിക്കുന്നത്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ്. ഈ വീഡിയോയിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ പെർഫെക്റ്റ് എന്ന് കേട്ടാൽ V3 അഥവാ V3 എന്ന് കേട്ടാൽ പെർഫെക്റ്റ് എന്ന് ആലോചിക്കുക. റൈറ്റ് എന്ന വെർബിൻ്റെ V3 ആണ് റിട്ടൺ. സോ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ മോഡൽ. ഹി ഹാസ് റിട്ടൺ എ നോവൽ. ഇവിടെ ഹാസ് ഓർ ഹാവിന് പകരം ഹാഡ് എന്ന പാസ്റ്റ് ഫോം വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടാകുന്നു. അതായത് ഹി ഹാഡ് റിട്ടൺ എ നോവൽ എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഹയേഴ്സ് എ ബോട്ട്. ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ നേരിട്ട് ആ സെൻറ്റൻസിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു പെർഫെക്റ്റ് എന്ന് കേട്ടാൽ V3 എന്ന്
ഇനി ആലോചിക്കണം. അത് പ്രകാരം ഇവിടെ വെർബ് 4 ഓപ്ഷൻസിലും ഹയേർഡ് എന്ന് തന്നെയാണ് ഉള്ളത്. നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റാനുള്ളത്. പാസ്റ്റ് ടെൻസിൽ വരുന്ന ഓക്സിലറീസ് ഹാഡ് എന്നത് മാത്രമാണ്. സോ ഇവിടെ ഹാഡ് പ്ലസ് V3, ഹി ഹാഡ് ഹയേർഡ് എ ബോട്ട് എന്ന ബി ഓപ്ഷനാണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 2. ദേ വെന്റ് ഹോം ആഫ്റ്റർ ദേ ഡാഷ് their വർക്ക്. ഓപ്ഷൻസ് ഫിനിഷ്ഡ്, ഹാഡ് ഫിനിഷ്ഡ്, വെയർ ഫിനിഷ്ഡ്, വുഡ് ഫിനിഷ്ഡ്. പരീക്ഷകളിൽ പെർഫെക്റ്റ് ടെൻസ് ഉത്തരമായി വരുന്ന മോസ്റ്റ് കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ 2 സെൻറ്റൻസുകളാണ് ഉള്ളത്. ദേ വെന്റ് ഹോം, അതുപോലെ ദേ ഡാഷ് ദെയർ വർക്ക്. അവർ ഫിനിഷ് ദെയർ വർക്ക് എന്നുള്ളതാണ് അവിടെ വരുന്ന വെർബ്. സോ അതിൻ്റെ ഏത് രൂപം എന്നാണ് കാണേണ്ടത്. ഇവ രണ്ടും പാസ്റ്റ് ടെൻസ് ആണെന്ന് കാണാം. അവർ വീട്ടിലേക്ക് പോയി, അവർ അവരുടെ ജോലി ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ 2 പാസ്റ്റ് ടെൻസുകൾ ഒരുമിച്ച് വരുമ്പോൾ ആദ്യം നടന്ന പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റിലും അടുത്ത വെർബ് സിമ്പിൾ പാസ്റ്റിലും പറയണം. ഇവിടെ ആഫ്റ്റർ എന്ന വാക്ക് കൂടി ശ്രദ്ധിക്കുക. ആഫ്റ്റർ ശേഷം എന്ന അർത്ഥമാണ്. അവർ വർക്ക് ഫിനിഷ് ചെയ്ത ശേഷം ദേ വെന്റ് ഹോം വീട്ടിലേക്ക് പോയി എന്നാണ് വരുന്നത്. സോ ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി ദേ ഫിനിഷ് ദെയർ വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുക. സോ ബി ഓപ്ഷനാണ് ആൻസർ. ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. തേർഡ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ഓൾറെഡി ഡാഷ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഓരോ ഓപ്ഷൻസായി ശരിയാകുമോ എന്ന് നമുക്ക് നോക്കാം. എ ഓപ്ഷൻ ഈസ് കോമ റീച്ചിങ്. ഇവിടെ ഐ എന്നതിനോടൊപ്പം ഈസ് എന്നത് ഒരിക്കലും വരില്ല. സോ എ ഓപ്ഷൻ അല്ല. ബി ഓപ്ഷൻ ഹാസ് കോമ റീച്ച്ഡ്. ഇവിടെയും ഐ എന്നതിനോടൊപ്പം ഹാവ് എന്നതാണ് ചേർന്ന് വരുന്നത്. ഇനി നമുക്ക് ഡി ഓപ്ഷൻ കൂടി ഒന്ന് നോക്കാം. ഡിഡ് കോമ റീച്ച്ഡ്. ഐ എന്നതിനോടൊപ്പം ഡിഡ് എന്ന് വരാമെങ്കിലും ഡിഡ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് V1 ഫോം മാത്രമേ, റീച്ച് എന്ന് മാത്രമേ ചേരാൻ പാടുള്ളൂ. ഇവിടെ റീച്ച്ഡ് എന്ന് തെറ്റായിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഡി ഓപ്ഷനും തെറ്റാണ്. സോ സി ഓപ്ഷൻ ഹാവ് കോമ റീച്ച്ഡ്. ഐ ഹാവ് ഓൾറെഡി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആദ്യം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ. കണ്ടിന്യൂസ് ടെൻസിൽ പഠിച്ചതുപോലെ ഇവിടെയും കണ്ടിന്യൂസ് എന്ന വാക്ക് മെയിൻ വെർബിനെ ING രൂപത്തിൽ, റൈറ്റിംഗ് എന്ന രൂപത്തിൽ ആണ് എഴുതേണ്ടത്. പെർഫെക്റ്റ് എന്നത് ഹാസ് ഓർ ഹാവ് എന്നതിനെ സൂചിപ്പിക്കുന്നു. സോ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്, ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹാസ് ഓർ ഹാവ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമായ ഹാഡ് എന്നത് ചേർക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ലഭിക്കുന്നു. ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹി ഡാഷ് ഇൻ ട്രിവാൻഡ്രം സിൻസ് 1980. വാസ് ലിവിംഗ്, ലിവ്ഡ്, ഈസ് ലിവിംഗ്, ഹാസ് ബീൻ ലിവിംഗ്. സിൻസ്, ഫോർ എന്നീ വാക്കുകൾ വരുന്ന ഈ സെന്റൻസുകളിൽ പാസ്റ്റിൽ ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചന നൽകുന്നുണ്ട്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നു. സോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഹാസ് ബീൻ ലിവിംഗ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ. മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഫോർ എന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നു. സോ ദ ആൻസർ ഓപ്ഷൻ സി, ഹാവ് ബീൻ പ്ലേയിങ്. തേർഡ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ഫോർ അവേഴ്സ് ബിഫോർ ഹി കെയിം. ഓപ്ഷൻസ് ഹാഡ് ബീൻ റീഡിംഗ്, ഹാസ് ബീൻ റീഡിംഗ്, ആം റീഡിംഗ്, റീഡ്സ്. ഇവിടെ 2 വെർബുകളാണ് ഉള്ളത്, അതായത് 2 സെന്റൻസുകളുണ്ട്. ഹി കെയിം, അതുപോലെ ഹി റീഡ്. ഇതിൻ്റെ അർത്ഥം കൂടി ഒന്ന് നോക്കാം. ബിഫോർ ഹി കെയിം, അവൻ വരുന്നതിന് മുൻപ്
ഫോർ അവേഴ്സ് മണിക്കൂറുകളായി ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് പാസ്റ്റിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. I had been reading for hours before he came. നാലാമത്തെ ചോദ്യം. It dashed heavily when I woke up yesterday. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെ when എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തി, പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നു. ഇവിടെ ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി വെൻ ഐ വോക്ക് അപ്പ് യെസ്റ്റർഡേ എന്നതാണ് ശരി ഉത്തരം. ഫൈനലി ദ ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസുമായി താരതമ്യം ചെയ്ത് നമുക്ക് ഇത് വളരെ എളുപ്പം പഠിക്കാം. സബ്ജക്റ്റിനൊപ്പം വിൽ ഓർ ഷാൾ എന്ന ഓക്സിലറി വെർബ് ഉണ്ടാകും. വിൽ, ഷാൾ തുടങ്ങിയവയെ മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഡൽ ഓക്സിലറീസിന് ശേഷം റൂട്ട് ഫോം ഓഫ് ദ വെർബ് മാത്രമേ ഉപയോഗിക്കൂ. അതിനാൽ ഈസ് എന്നതിനു പകരം ബി എന്നും ഹാസ് എന്നതിനു പകരം ഹാവ് എന്നീ റൂട്ട് ഫോമുകളും ഈ സെന്റൻസിൽ ഉപയോഗിക്കുന്നു. Now to the questions. Number 1. I dash all of Hardy's novels by next year. ഫ്യൂച്ചറിൽ കംപ്ലീറ്റഡ് ആകുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇവിടെ നെക്സ്റ്റ് ഇയർ കൊണ്ട് ഞാൻ ഹാർഡിയുടെ എല്ലാ നോവൽസും വായിച്ചു തീർക്കും എന്നാണ് അർത്ഥം വരേണ്ടത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. I shall have read all of Hardy's novels by next year. Second question. I dash for 15 years by the next January. അടുത്ത ജാനുവരി ആകുമ്പോഴേക്കും ഞാൻ 15 വർഷം ടീച്ചിങ്ങിൽ പൂർത്തിയാക്കും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത്. ഐ ഷാൾ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 15 years by the next January. Third question. The Prime Minister dash tomorrow to inaugurate the function. ഇവിടെ will or shall എന്നിവ ചേർന്ന ഒരു ഓപ്ഷനും ഇല്ല എന്ന് കാണാവുന്നതാണ്. സോ പ്ലീസ് നോട്ട്, ഇതിൽ ടുമോറോ എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സെന്റൻസ് ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഓപ്ഷൻസിൽ സിമ്പിൾ പ്രസന്റ് ഓർ പ്രസന്റ് സിമ്പിൾ ഉണ്ട് എങ്കിൽ ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കാൻ അത് ഉപയോഗിക്കാം. ഇവിടെ ഓപ്ഷൻ എ ആൻഡ് ഡി, അറൈവ്സ്, അറൈവ്, ഇവ രണ്ടും V1 ഫോമാണ്. കോൺകോഡ് നിയമപ്രകാരം ദ പ്രൈം മിനിസ്റ്റർ എന്ന സിംഗിൾ പേഴ്സണോടൊപ്പം അറൈവ്സ് എന്ന വെർബ് ഇവിടെ വരുന്നു. ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ടെൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയായി പോസ്റ്റ് ചെയ്യുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.